വിഷുവിൻ്റെ അന്ന് ദിവസം രാവിലെ കഴിക്കുന്ന ഒരു വിഭവമാണ് വിഷുക്കട്ട. പാലക്കാട് തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇത് ഭയങ്കര കോമൺ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു മലബാർ ഭാഗത്ത് അങ്ങോട്ട് തെക്കോട്ടൊന്നും അധികം ആളുകൾ ഇത് ഉപയോഗിച്ച് കണ്ടിട്ടില്ല. പക്ഷെ ഇനിയിപ്പോൾ ഒരു വിഷുവിൻ്റെ ഒരു വിഷുക്കട്ട എന്നുള്ള രീതിയിലല്ലാതെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാം. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സായിട്ടും കഴിക്കാം. അത്രയും ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എൻ്റെ ഒരു സുഹൃത്ത് ഷീലയാണ് എനിക്കിത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ വിഷുക്കട്ട ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഏകദേശം കോമൺ ആണ്. നമുക്ക് വേണ്ടത് നമ്മുടെ നെല്ലുകുത്ത അരി വേണം, തേങ്ങാപ്പാൽ വേണം, പിന്നെ ഒരല്പം ജീരകം വേണം, കുറച്ച് ഉപ്പും വേണം. ആകെ ഇത്രേ വേണ്ടുള്ളൂ. നമ്മുടെ വിഷുക്കട്ടയിൽ ഞാനൊരു സാധനം കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ഒരു 4 ചെറിയുള്ളി. ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രുചി കൂടുതലായിരിക്കും. അപ്പോൾ റെസിപ്പി ഇട്ടപ്പോന്ന് ഞാനൊന്ന് പറയട്ടെ. അപ്പോൾ നമ്മൾ ഉണക്കലരിയാണ് എടുക്കുക. ഞാനിവിടെ 1 ഗ്ലാസ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് ഉണക്കലരി നന്നായിട്ടൊരു മണിക്കൂറോളം കഴുകി കുതിർത്ത് അതിൻ്റെ അകത്തുനിന്ന് കല്ല് മാറ്റി എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 വലിയ തേങ്ങയുടെ 1-ാം പാലും എടുക്കുക, 2-ാം പാലും എടുക്കുക. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി അളന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വേണം തേങ്ങാപ്പാലും അളക്കാൻ. അപ്പോൾ 1 ഗ്ലാസ്സിനെടുത്തപ്പോൾ 1 ഗ്ലാസ് കട്ടിപ്പാൽ, വെള്ളമില്ലാത്ത കട്ടിപ്പാൽ എടുത്തു വെച്ചു. പിന്നെ 2-ാം പാല് ഒരു 3 ഗ്ലാസ് എടുത്തു വെച്ചു. ഒരു സേഫ്റ്റിക്ക് 3-ാം പാല് ഒരു 2 ഗ്ലാസ് കൂടെ എടുത്തു വെച്ചോ. കാരണം ഓരോ സ്ഥലത്തും ഓരോ വേവുള്ള അരിയാണ്. അപ്പോൾ വെന്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് 3-ാം പാലും കൂടെ എടുത്തു വെക്കാം. നോർമലി 1 ഗ്ലാസ് തനിപ്പാൽ, 3 ഗ്ലാസ് 2-ാം പാൽ, അത്രയും മതി. അപ്പോൾ ഈ 2-ാം പാൽ ആദ്യം നമ്മൾ ഉരുളിയിലേക്ക് ഒഴിച്ച് ഒരു ചെറിയ തിള വരുമ്പോഴത്തേനും നമ്മുടെ അരി കഴുകിയത് ഇട്ട് പതുക്കെ ചെറുതീയിൽ വേവിച്ച് കുറുക്കിയെടുക്കുക. നന്നായിട്ട് വെന്തു എന്ന് ഉറപ്പാവുമ്പം നമ്മൾ എന്തിടണം, നമ്മുടെ ചെറിയുള്ളിയും ജീരകവും ചതച്ചതും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറുക്കി വറ്റിച്ചെടുക്കണം. ഏകദേശം വെള്ളം കംപ്ലീറ്റ് ആയിട്ട്, വെള്ളമല്ല തേങ്ങാപ്പാൽ കംപ്ലീറ്റ് ആയിട്ട് വറ്റുമ്പം തനിപ്പാലൊഴിച്ച് ഒന്ന് ഇളക്കി കുറുക്കി ഇങ്ങെടുക്കാം. ഇത് നോക്ക്, ഈ ഒരു പരുവാകുമ്പം നമുക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒഴിക്കാം. പ്ലേറ്റിൻ്റെ അടിയിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണ തേക്കണ്ട കേട്ടോ. ഒരു വാഴയില ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കോരി ഇങ്ങ് ഒഴിക്കണം. എന്നിട്ട് ഇതിങ്ങനെ ഇരുന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിത് മുറിച്ചെടുത്താൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷുക്കട്ട റെഡിയാണ്. കൂടുതൽ ആളുകളും വിഷുക്കട്ട ഉണ്ടാക്കിയിട്ട് രാവിലെ എൻ്റെ അകത്ത് ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് കഴിക്കുക. പാലക്കാട് തൃത്താല ഭാഗത്തൊക്കെ നമ്മുടെ കണിവെള്ളരിക്ക ഉണ്ടല്ലോ, അതിൻ്റെ കറി വെച്ചിട്ട് അത് കൂട്ടി കഴിക്കും. പിന്നെ വേറെ കുറച്ച് ഭാഗത്ത് നമ്മുടെ ഈ വിഷുക്കട്ടയും പഴവും പപ്പടവും പിന്നെ കട്ടൻ ചായയും അങ്ങനെ കഴിക്കും. ഇനി നിങ്ങൾ സൗകര്യം പോലെ പപ്പടമോ പഴവോ ശർക്കരയോ വെള്ളരിക്കാക്കറിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് കഴിക്കാം. അപ്പം ഞാൻ എന്താ എൻ്റെ അകത്തുനിന്ന് മുറിച്ചെടുത്തതിൻ്റെ ബാക്കിയൊക്കെ വെച്ച് തിന്നുകയാണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ, എന്തും എനിക്ക് പ്രസൻറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ അതിൽ തൊടാൻ ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞ പോലെ പപ്പടമാണേ. പപ്പടവും വിഷുക്കട്ടയും കൂടെ കുഴച്ചടിക്കാൻ പോകണേ. കുറച്ചെടുക്കട്ടെ, എനിക്ക് ചെയ്തതായിട്ട് മടുത്തു. നല്ല ടേസ്റ്റുള്ള മധുരമില്ലാത്ത പായസം തിന്നണ പോലെ ഉണ്ട്. അതാണ് എൻ്റെ രുചി. ഉറപ്പായിട്ട് ഇത് മധുരത്തിൻ്റെ കൂടെ ചേരുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി വെറുതെ ഒന്ന് തിന്നോട്ടെ കേട്ടോ. ഞാനിതാ ഇതുപോലെ ഒരു സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തത് കണ്ടോ, ഇത്ര സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കട്ടയാക്കട്ടോ. ഞാൻ വിചാരിച്ചത് ഇതൊരു സോഫ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പോലെ തിന്നുന്ന കാര്യമില്ല. പിന്നെ ഒരുപാട് കട്ട പിടിച്ച് നമ്മൾ അലുവ പോലെ ആക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ സോഫ്റ്റ്നെസ്. നല്ല കുത്തരിയും നല്ല കട്ടി തേങ്ങാപ്പാലും അല്ല. എന്താപ്പോൾ ടേസ്റ്റ് ഇല്ലാണ്ട്, പപ്പടം ഇല്ലാണ്ട് സൂപ്പറാണേ. ഇതിൻ്റെ കൂടെ പപ്പടം വേണ്ട, പഴം വേണ്ട, പക്ഷെ ഒരു കട്ടൻ ചായ ആവാം, അല്ലെങ്കിൽ കട്ടൻ കാപ്പി ആവാം, എന്നാലും ഓക്കെ കേട്ടോ. വിഷുക്കട്ട വിഷുവിൻ്റെ അന്ന് രാവിലെ തിന്നുന്നതാണെങ്കിൽ പോലും ഇപ്പോൾ വിഷുവും ഇഫ്താറും ഒരുമിച്ച്, നോമ്പ് തുറയെ ഒരുമിച്ച് വന്നു അല്ലേ. അപ്പോൾ ഒരു ടിപ്പും കൂടെ ഞാൻ തരാം കേട്ടോ. ഈ സാധനം അങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് നോമ്പുതുറയുടെ സമയത്ത് 2 രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാം. ഒന്നെങ്കിൽ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് മധുരം എന്നുള്ള രീതിയിൽ കഴിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നല്ല എരിവുള്ള ചിക്കൻ കറി ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കാം. അങ്ങനെ എന്താ കഴിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറയും. കാരണം അത്ര നല്ല ചൂട് ചോറിൽ
തേങ്ങാപ്പാലും വെന്ത വെളിച്ചെണ്ണയൊക്കെ ഇട്ട് പപ്പടമൊക്കെ ഇട്ട് കുഴച്ച് ഉപ്പിട്ട് തിന്നുന്ന ഒരു രുചിയില്ലേ, ആ ഒരു രുചി വന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ വന്നത്. അപ്പം നമുക്ക് നോമ്പ് തുറയ്ക്കും ഇതൊരു ബെസ്റ്റ് വിഭവമാക്കാം. കാരണം ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. അപ്പം എങ്ങനെ കഴിച്ചാലും ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഉണ്ടാക്കി നോക്കണം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വിഷുവിൻ്റെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ആശംസകൾ നേരുന്നു. നന്ദി.